നമസ്തേ, ഞാൻ ശ്രീരേഖ. രേഖ മേനോൻ ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെജിറ്റേറിയൻ ഡയറ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. വെജിറ്റേറിയൻ ഡയറ്റും അത് പിന്നെ ഹെയർ ഗ്രോത്തിനുള്ളതും ഇതിനായിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. പച്ചക്കറികൾ ഏതൊക്കെയാണ് കഴിക്കേണ്ടത് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണൂ കേട്ടോ. പിന്നെ വീണ്ടും വീണ്ടും പറയുമ്പോൾ കേൾക്കുന്നവർക്കൊരു വിരസതയാവില്ലേ, അവർ തന്നെ വിരസത, അതുകൊണ്ടിട്ടാണ് കേട്ടോ. എന്നാലും ഞാൻ പറയാം, ചുരുക്കി പറയാം. മത്തങ്ങ, ബീട്രൂട്ട് ഇതെല്ലാം നമുക്ക് സ്കിന്നിനും നല്ലതാണ്, സ്കാൽപ്പിനും നല്ലതാണ്, ഹെൽത്തി ആക്കും സ്കാൽപ്പ് കേട്ടോ. താരനൊക്കെ പോലെയുള്ളതും പിന്നെ എന്തെങ്കിലും ഫംഗസ് മൂലമുള്ള ചൊറിച്ചില കാര്യങ്ങൾ, അതുമൂലം ഫോളിക്കിൾ അടഞ്ഞിരിക്കാം, ഇങ്ങനെയുള്ള പ്രശ്നത്തിനൊക്കെ മത്തങ്ങ നല്ലതാണ് കേട്ടോ. മത്തങ്ങ വെറുതെ പുഴുങ്ങി കഴിച്ചാലും മതി. മത്തങ്ങ പുഴുങ്ങി കഴിക്കാം. പിന്നെ ബീട്രൂട്ട് കഴിക്കാം, ബീട്രൂട്ട് ജ്യൂസ് ആയിട്ട് കഴിക്കാം, ക്യാരറ്റ് ജ്യൂസ് ആയിട്ട് കഴിക്കാം. ഇങ്ങനെ കുറച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ. വെജിറ്റേറിയൻ ഏതൊക്കെയാണ്, വെജിറ്റബിൾസ് കേട്ടോ, വെജിറ്റബിൾസ് ഏതൊക്കെയാണെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊന്ന് കണ്ടോളൂ കേട്ടോ. എല്ലാത്തിനും നല്ല, ഹെയർ ഗ്രോത്തിനും നല്ല ഇതാണ് കേട്ടോ. അതുപോലെ കുമ്പളങ്ങ ജ്യൂസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കുമ്പളങ്ങ ജ്യൂസ് കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് കേട്ടോ, ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ബേബി ഹെയർ ഫോളിന് എന്താണ് ഏറ്റവും ഉത്തമമായതെന്ന് പറഞ്ഞു. കറ്റാർവാഴ നല്ലതാണ് കേട്ടോ. കറ്റാർവാഴ മാത്രം തേച്ചാലും മതി. കറ്റാർവാഴ വെറുതെ ജെല്ലെടുത്തിട്ട് തേച്ച് പിടിപ്പിച്ചാൽ മതി. അപ്പം മുടി വളരുകയും ചെയ്യും, ഹെയർ ഫോൾ നിൽക്കുകയും ചെയ്യും കേട്ടോ. കുട്ടികൾക്ക് ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ കറ്റാർവാഴ. പിന്നെ മറ്റുള്ള ഇതെല്ലാം ആയുർവേദപ്പൊടി നല്ലതാണ്. എത്ര വയസ്സായി എന്ന് അറിയില്ലല്ലോ മോൾക്ക്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് കറ്റാർവാഴയാണ് കേട്ടോ. കറ്റാർവാഴ തേക്കാം. പിന്നെ കറ്റാർവാഴ ഡൈ ചെയ്തവർക്ക് മാത്രമല്ല കേട്ടോ ഒലിവ് ഓയിൽ ചേർത്ത് തേക്കുന്നത്. കറ്റാർവാഴ ഒലിവ് ഓയിൽ ചേർത്ത് തേക്കുന്നത് ഏറ്റവും നല്ല ടിപ്പാണ്. പിന്നെ ഡൈ ചെയ്താൽ അതിന് ശേഷം പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ടിപ്പ് ചോദിച്ചപ്പോൾ അത് പറഞ്ഞതാണ്. കാരണം മുടി ഒന്നുകൂടി ബ്ലാക്ക് ആയിട്ട് നമുക്ക് തോന്നും ഒലിവ് ഓയിൽ ചേർത്ത് തേക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ഒലിവ് ഓയിൽ ചേർത്ത മറ്റേ കറ്റാർവാഴ ജെല്ല് നമുക്ക് എല്ലാവർക്കും തേക്കാം കേട്ടോ. ഡൈ ചെയ്തവർക്ക് മാത്രമല്ല എല്ലാവർക്കും തേക്കാം. മുടി വളരും, സ്കാൽപ്പ് ഹെൽത്തി ആക്കും കേട്ടോ, നല്ല സിൽക്കി ഹെയർ ആവും. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ തന്നെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാവർക്കും നല്ലതാണ്, തേക്കാൻ നല്ലതാണ്. പിന്നെ ജെല്ലുകൾ ഏതൊക്കെയാന്ന് ചോദിച്ചു. ജെല്ല് ഫ്ലാക്സീഡ് ജെല്ലുണ്ട്, ഹൈബിസ്കസ് ജെല്ലുണ്ട്, കറ്റാർവാഴ അലോവേറ ജെല്ലുണ്ട്, പിന്നെ ചെമ്പരത്തിയും ഫ്ലാക്സീഡും കൂടി ഉള്ളതുണ്ട്. അപ്പോൾ രണ്ടിൻ്റെയും ഗുണം കിട്ടും നമുക്ക്. ഇത് കൂടാതെ നമുക്ക് ഉലുവ ഏറ്റവും ബെസ്റ്റാണല്ലോ ഹെയർ ഫോളിന്. നമ്മൾ ഉലുവ കുതിർത്തി വെള്ളം തലയിൽ തേക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഉലുവ കുതിർത്തി അരിച്ച് പിഴിഞ്ഞെടുക്കാം, എന്നിട്ട് അതും തേക്കുന്നത് നല്ലതാണ്. ഇതിൻ്റെ സത്ത് നല്ലതാണ്. ഇനി ഇത് കൂടാതെ ജെല്ലായിട്ട് നമുക്ക് തേക്കാം. അപ്പോൾ അത് നീർപ്പിടുത്തം ഇല്ലാത്തവർക്ക് ഓവർനൈറ്റ് വെക്കാം കേട്ടോ. അപ്പോൾ അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞുതരാം കേട്ടോ. ഇതാണ് കേട്ടോ ഉലുവയും ഫ്ലാക്സീഡും ചേർത്തിട്ടുള്ള ജെല്ല് ഉണ്ടാക്കുന്നത്. ഈ ഉലുവയും ഫ്ലാക്സീഡും നമ്മൾ ഉണ്ടാക്കുന്നതിന് മുമ്പ്, ജെല്ല് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒന്ന് കുതിർത്തുന്നത് നല്ലതാണ് കേട്ടോ. പെട്ടെന്ന് അതിൻ്റെ ഉള്ളിലുള്ള സത്തുക്കൾ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ ഇത് രണ്ടും, അതായത് 1 സ്പൂൺ ഉലുവ ഇടാം, 2 സ്പൂൺ ഫ്ലാക്സീഡ് ഇടാം. കുതിർത്തി വെച്ചിട്ട് നമുക്ക് ഇത് ചൂടാക്കി ഇതിൽ നിന്നുള്ള ജെല്ല് പുറത്തേക്ക് വരും. എന്നിട്ട് നമ്മൾ സാധാരണ ജെല്ല് ഉണ്ടാക്കുന്നത് അതിനെ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതുപോലെ ജെല്ലായി കഴിയുമ്പോൾ നമ്മൾ അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് ആ ജെല്ല് നമ്മൾ തലയോട്ടിലും മുടിയിലും ഒക്കെ തേച്ച് പിടിപ്പിച്ചാൽ നമുക്ക് നല്ലതാണ് കേട്ടോ. ഹെയർ ഗ്രോത്തിന് നല്ലതാണ്, മുടി കൊഴിച്ചിലില്ലാതിരിക്കും, ചെറിയ മുടികൾ വളരും, സ്കാൽപ്പിനെ ഹെൽത്തി ആക്കും. ഹെൽത്തി സ്കാൽപ്പിൽ ഫോളിക്കിൾസിൻ്റെ കൂടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ ഇത് ഉലുവ പ്ലസ് ഫ്ലാക്സീഡ് ജെല്ല് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളൂ, നല്ലതാണ്, നല്ല ജെല്ലാണ്, നല്ല റിസൾട്ട് ആയിരിക്കും കേട്ടോ. മുടിയൊക്കെ നല്ല സിൽക്കി ആയിട്ടുണ്ടാവും. ഉലുവയും ഫ്ലാക്സീഡും കൂടി കുതിർത്തത് ജെല്ലുണ്ടാക്കാം. അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് ചൂടാക്കിക്കൊണ്ടിരിക്കാം കേട്ടോ. 1 സ്പൂൺ ഉലുവയ്ക്ക്
2 സ്പൂൺ ഫ്ലാക്സ് സീഡ് എന്ന കണക്കിലാണ് കേട്ടോ എടുക്കേണ്ടത്. തിളക്കട്ടെ കേട്ടോ, തിളച്ച് വരട്ടെ. അപ്പോൾ ഇതാണ് കേട്ടോ ജെല്ല്. ഉലുവയും ഫ്ലാക്സ് സീഡും കൂടിയുള്ള ജെല്ലാണ് ഇത്. തണുത്തതിന് ശേഷം നമുക്ക് തലയോട്ടിലും തലമുടിയിലൊക്കെ തേച്ച് പിടിപ്പിക്കാം. ഉലുവ ചേർക്കുമ്പോൾ മഞ്ഞ കളർ വരും. ഹൈബിസ്കസ് ആകുമ്പോൾ ചെറിയൊരു റെഡ് വരും ജെല്ലിന് കേട്ടോ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ജെല്ല് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഒന്നിൽ പിറ്റേ ദിവസം തേക്കാം, അല്ലെങ്കിൽ അന്ന് തന്നെ തേക്കാം. തേച്ച് പിടിപ്പിച്ചിട്ട് വെറുതെ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. നീർപ്പിടുത്തം ഇല്ലാത്തവർക്ക് അരമണിക്കൂറൊക്കെ തേച്ച് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം. പിടിപ്പിച്ചിട്ട് നിങ്ങൾക്ക് വെറും വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. ഇതൊക്കെയാണ് വളരെ നല്ല ഇതാണ് കേട്ടോ. ഉലുവയ്ക്ക് അതിൻ്റെതായ ഗുണമുണ്ട് കേട്ടോ. അപ്പം ജെല്ലും കൂടി ആകുമ്പോൾ സൂപ്പറാണ്. അപ്പം സൂപ്പർ ജെല്ലാണിത് കേട്ടോ. ഉലുവയും ഫ്ലാക്സ് സീഡും കൂടി. ഇതെല്ലാവരും തേക്കണം കേട്ടോ. തേച്ചിട്ട് റിസൾട്ട് പറയണം. നല്ല റിസൾട്ടായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നാളെ കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ.